ഹായ്, ഇന്നൊരു അത്താഴ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വലുതായിട്ടൊന്നുമില്ല. ഇന്ന് നമ്മളിവിടെ ഇല്ലായിരുന്നു, മൊത്തം ടൂറായിരുന്നു. ടൂറെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കുകയായിരുന്നു. അമ്മയുടെ കൂടെ അമ്മയ്ക്ക് പല്ലെടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതുകൊണ്ട് രാത്രിയിലത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്ന് രാത്രിയിലിതേ ഇത് കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാത്രിയിലത്തെ സ്പെഷ്യല്. അപ്പോൾ ഇതാണ് സംഭവം. ഇതെന്ന് പറഞ്ഞാൽ നാടൻ പഴമാണ്. പിന്നെ വരവായിട്ടുള്ള സാധനങ്ങളൊന്നും ഇപ്പം മേടിച്ച് കഴിക്കില്ല, വയ്യാത്തയൊക്കെ കൊണ്ട്. ഇത് നമ്മുടെ കടയിൽ തന്നെ ഉള്ളതാണ്. നമുക്കൊരു ചെറിയ കടയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ കഴിക്കുമോ എന്ന് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. ഞാൻ കഴിക്കും, ഉള്ള സത്യം പറയാലോ, ഞാൻ കഴിക്കുക തന്നെ ചെയ്യും. കാരണം ഞാൻ വേറെ ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല വിശപ്പായിരിക്കും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ പാളയംകോടൻ പഴമല്ല, അത് എനിക്കത്ര ഇഷ്ടമല്ല, പുളിപ്പല്ലേ. ഇതെന്ന് പറഞ്ഞാൽ വെള്ളപ്പാളയംകോടൻ പഴം എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. നല്ല കട്ടിയുള്ള കല്ല് പോലെ ഇരിക്കുന്ന ഭയങ്കര മധുരമാണ്. അതാണ് ഈ ഒരു പഴമെന്ന് പറയുന്നത്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട പഴമെന്ന് വെച്ചാൽ ഇത്, പിന്നെ പൂവമ്പഴം, അതൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ട പഴം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ അത്താഴത്തിന് കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവം. വീഡിയോഗ്രാഫറും ക്യാമറാമാനും എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ. എഡിറ്റിങ് എല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇതേ ഇങ്ങനെ അതിസാഹസികമായിട്ടൊക്കെ ഇങ്ങനെ ഉരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് നിങ്ങൾ ഒഴിവാക്കുക. ഇതുപോലെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ളത് ശകലം അല്പം മാത്രം, ആവശ്യത്തിന് മാത്രം കഴിച്ച് ശീലിക്കുക. അതാകുമ്പോൾ ഇതുപോലെ കുത്തിയിരുന്ന് രാത്രിയിൽ പഴവും വെളുത്തുള്ളി ചുട്ടതും പയറ് പുഴുങ്ങിയതും ഒന്നും കഴിക്കേണ്ടി വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.